Let's not stay here. Let's go. അതിന്റെ ഒരു ഇത് വന്ന് വീണാ മതി. ചൊറിയും. അയ്യോ ചൊറിയോ മാത്രമല്ല തടിക്കും ആട്ടം പോലെ. നരകമൊക്കെ അതുപോലെ ആയിരിക്കും അതിൻ്റെ ഇടയിലൊക്കെ പെട്ടു പോകുന്ന പോലെ. When you do too much bad things, think about that with the burning fire and this atta. എന്താ പരിപാടി? ബ്രേക്ക്ഫാസ്റ്റ്? പിങ്കിമാൻ ആദ്യമായി ഫോർ ദ ഫാമിലി ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാ. വാട്ട് ഈസ് സിസ്റ്റർ? ഫ്രഞ്ച് ടോസ്റ്റ്. നൈസ്. ഹായ്. റെഡി ആയോ? Yes, it's the Tower of French Toast. Okay, nice. അപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിമോൻ്റെ ഇന്ന് കിഡിലൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ചുമ്മാ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ട്രെയിനിൽ ഒരു പാർക്കിലേക്ക് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണേ. അപ്പം ചുമ്മാ ഒന്ന് നടക്കാൻ എന്നുള്ളൊരു പ്ലാൻ ഇറക്കിയപ്പോഴത്തേക്കും നീന പറഞ്ഞു നമ്മൾ ഇതുവരെ പോവാത്ത, നമ്മൾ വീഡിയോയിലൊന്നും കൊണ്ടുവരാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാം, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയും ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ നമ്മൾ പോകാൻ പോകുന്ന ഒണ്ടാറിയോയിലെ ടൊറന്റോയ്ക്ക് അടുത്തുള്ള മോണോക്ലിഫ്സ് എന്ന് പറയുന്ന ഒണ്ടാറിയോ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രെയിനിലേക്കാണ്. ഇത് ഓറഞ്ചുലിനൊക്കെ അടുത്തിട്ടാണ് ഈ ഒരു സാധനം ഉള്ളത്. നമുക്ക് എന്തായാലും പോയാലോ? അതിന്റെ ശരിക്കുള്ള അഡ്രസ് ഷെൽബൺ ആണ്, ഫിസിക്കൽ അഡ്രസ്. പക്ഷെ അത് ഷെൽബണിന്റെയും ഓറഞ്ചുവിലിന്റെയും വരമ്പത്താണ്. പിങ്കിമാന്റെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു. ഐ എം സോ പ്രൗഡ്. നല്ലതായിരുന്നു. പിങ്കിമാൻ, ആർ യു പ്രൗഡ്? Yes. ഇതിനുള്ള മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഇവിടെ അടുത്തുള്ള 1-2 ക്ലിഫ്സിലൊക്കെ പോയിട്ടുണ്ട്, വാട്ടർഫോൾസ് ഒക്കെ ഇല്ലേ. എന്നാലും അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ശരിയാ റഫ്ലി അതിന്റെ അറ്റവും ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ നമുക്ക് ഒക്കുവാണെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം ഓരോരോ ഇവിടെ അടുത്തുള്ള ട്രെയിൽസ് ഒക്കെ കൊണ്ടുപോയി ആ വാട്ടർഫോൾസ് ഒക്കെ നമുക്ക് കാണാം. അത് ഞാൻ മനസ്സിൽ ഒത്തിരി പ്ലാൻ ഉള്ളായിരുന്നു. നമ്മുടെ ഓരോ ഓഫ് ഡേയ്സിലും ഏതെങ്കിലും ഒരു ചെറിയ സാധനം നമുക്കൊന്ന്, അപ്പൊ നമുക്കൊരു ക്ലിഫ് അല്ലെങ്കിൽ നമുക്കൊരു എക്സസൈസ് ആകും. ഞാനൊരു ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ എക്സസൈസിന്റെ കാര്യത്തില്. പക്ഷെ ഇങ്ങനൊക്കെ വന്നാൽ എനിക്ക് നല്ല സ്പിരിറ്റാ എവിടെയെങ്കിലും പോവാൻ. അങ്ങനെ അങ്ങ് പോകും, അങ്ങനെ ഒരു എക്സസൈസ് ആകുകയും ചെയ്യും. മനസ്സിലായോ? കഴുപ്പ് കുറയ്ക്കാൻ എന്തായാലും പറ്റൂല. കഴുപ്പ് ഒരു വീക്ക്നെസ് ആണ്. അപ്പം കഴുപ്പ് എല്ലാം കഴിക്കാൻ പറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് ചെയ്യാം. അപ്പൊ നമ്മുടെ യൂട്യൂബിനൊരു സ്ഥലമാകും കാണാന്. പിന്നെ അങ്ങനെ എല്ലാ ആഴ്ചയിലും നമുക്ക് ഓരോ വീക്കെൻഡിൽ ഓരോ ഇത് പോകാം എന്നാണ്, സമ്മർ തീരുന്നവരെ അറ്റ്ലീസ്റ്റ്. എന്തായാലും വിന്ററിൽ നമുക്ക് ലിമിറ്റഡ് ആണ് പരിപാടി. മാക്സിമം സമ്മർ. അപ്പൊ നമ്മൾ എത്രയൊക്കെ കാനഡിയൻ ആയെന്ന് പറഞ്ഞാലും വിന്റർ ഇസ് വിന്റർ. മനസ്സിലായോ? തന്നെ നമ്മൾ ഓഫ് ഡേയ്സിൽ നമുക്ക് നല്ലൊരു വീഡിയോയ്ക്ക് ഒരു കണ്ടന്റും ഉണ്ടാവും. എന്തായാലും ചുമ്മാ വീട്ടിൽ ഇരുന്ന് തട്ടിക്കൂട്ട് കാര്യങ്ങളല്ലാത്ത. നമ്മളിപ്പോ ഉള്ളത് ഷെൽബൺ ഓറഞ്ചുവിൽ എന്ന് പറയുന്ന രണ്ട് ചെറിയ ഓറഞ്ചുവിൽ ഇച്ചിരി വലിയ ടൗൺ ആട്ടോ. അതിന്റെ രണ്ടിലും ഇടയിലുള്ള മോണോ എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും ഈ മോണോ ക്ലിഫ്സ്. അപ്പം അങ്ങോട്ട് പോകാറായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഏരിയ ഒരു ട്രാവലേഴ്സ് അല്ലെ ഈ സൺഡേ ഡ്രൈവിനും സൺഡേ റൈഡിനും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ. ബൈക്കേഴ്സ് ആണേലും കാറ് ഇതുപോലെ സ്പെഷ്യൽ കാറുകളൊക്കെ ഓടിച്ചുകൊണ്ട് വരുന്നവരുണ്ടല്ലോ, എക്സോട്ടിക് കാറുകൾ, അവരൊക്കെ വന്നിട്ട് മെയിൻ ടൗൺ ടൊറന്റോ ഏരിയ എന്ന് വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. ഒരു സൂപ്പർ ബർഗർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ വന്ന് എല്ലാവരും ഒരു ബർഗറൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകും. അല്ല പപ്പേ, ഈ സൂപ്പർ ബർഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈക്ക് വീഡിയോയുടെ ഒരു ഫ്ലാഗ് ഓഫ് ഇവിടെ നിന്നാണ് നടന്നത്. സൂപ്പർ ബർഗറിന്റെ അവിടെ നിന്നാണ് നമ്മള് പണ്ട് പഴയ നമ്മള് ബൈക്കിന് പോയ ട്രിപ്പിന്, ബ്രിട്ടീഷ് കൊളംബിയ ട്രിപ്പ് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഈ സൂപ്പർ ബർഗറിന്റെ നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ അത് കാണാൻ പറ്റും, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ. അത് കൂടാതെ പണ്ട് ഞാൻ ട്രക്ക് പഠിക്കില്ലായിരുന്നോടാ. അപ്പൊ ഞാൻ ഹംബർ ടൊറന്റോയിലാണല്ലോ. ഹംബർ കോളേജിന്റെ ട്രക്ക് ഞങ്ങള് ഒരു ഇൻസ്ട്രക്ടറിന്റെ കൂടെ 2 ഡ്രൈവേഴ്സാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്.
അപ്പോൾ ഒരാള് ഹംബറിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഈ സൂപ്പർ ബർഗർ വരെ, അതായത് പല റൂട്ടുകളുണ്ട്, ഈ റൂട്ടിൽ വരുമ്പോഴത്തേക്കും ഈ സൂപ്പർ ബർഗർ വരെ വന്നിട്ട് ഇവിടുന്ന് മേടിച്ചിട്ട് വേറെ ടൊറന്റോ കൂടിയുള്ള ഏതോ ഒരു റൂട്ടിൽ തിരിച്ചു പോകും. പക്ഷെ നമ്മൾ അന്ന് നമുക്ക് ഇവിടെ അല്ലല്ലോ വീട്, നമുക്ക് ബ്രാംപ്ടണിലാണ് വീട്. അന്ന് നമുക്ക് കൺട്രി സൈഡ് ഫോർ us. അപ്പൊ ഇന്ന് എന്റെ കൂടെ പഠിച്ചോണ്ടിരുന്ന ഒരു വെള്ളക്കാരൻ പയ്യനായിരുന്നു. അപ്പം മച്ചാനും ഈ ഇൻസ്ട്രക്ടറും ഇവരെ വീട്ടിൽ നിന്ന് ലഞ്ചൊന്നും പാക്ക് ചെയ്തുകൊണ്ട് വരികയല്ല, ഇവരെപ്പോഴും ഈ സൂപ്പർ ബർഗറിൽ വന്നിട്ട് ലഞ്ച് കഴിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്നും ഇതുപോലെ പുറത്തുനിന്ന് കഴിക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കഴിക്കുക വന്നിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ലഞ്ച് എടുത്ത് ഇങ്ങനെ കഴിക്കുന്ന ഒരു ഓർമ്മയാണ്. ഞാൻ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും ഇവിടുന്ന് ബർഗർ മേടിച്ചിട്ടില്ല. അപ്പൊ അല്ല, അതെന്ന് പറഞ്ഞാൽ നമ്മള് ജനറൽ ലേബർ ചെയ്യുക. ഇവിടെ വന്നിട്ട് നല്ല ജോലിക്കൊക്കെ ഇന്റർവ്യൂ പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഞാനും മാത്തുക്കുട്ടിയും രണ്ടുപേരും ജനറൽ ലേബർ നാഫ്തയിൽ ചെയ്യുക. അപ്പൊ $15 ഉണ്ടെങ്കിൽ വലിയ കാര്യം. പക്ഷെ പിന്നീട് നമ്മളിവിടെ വീട് മേടിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇത് കണ്ടപ്പോ എനിക്ക് ആ ഓർമ്മ പെട്ടെന്ന് വന്ന്. പിന്നീട് നമ്മൾ പോയി ബർഗർ കഴിക്കുമ്പോഴാണ് ഞാനും ആദ്യമായിട്ട് ഇവിടുന്ന് ബർഗർ കഴിക്കുന്നത്. പറമ്പിലേക്ക് കയറിയല്ലോ, ഗ്രാവൽ റൂട്ടാ അല്ലേ. അപ്പൊ നല്ല അടിപൊളി പാർക്കായിരിക്കും, തിരക്കില്ലെങ്കിൽ നമുക്ക് സൂപ്പർ ആയിരിക്കും. 6 മിനിറ്റിൽ എത്തും എന്നാണ് കാണിക്കുന്നത്. ഇന്ന് ശരിക്കും മൺഡേ അല്ലേ, തിരക്ക് കാണാൻ സാധ്യത കുറവാ. നമ്മള് ഫ്ലവർ പോട്ട് ഐലൻഡ് കണ്ടതുപോലെ ഇത് നമുക്ക് സ്വന്തമായിട്ട് കാണാൻ പറ്റുമോ? നമ്മുടെ ഒരു കാര്യം, സ്വന്തം കളികൾ മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കുള്ള പരിപാടികളാണ്. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ ഫ്ലവർ പോട്ട് ഐലൻഡ് നമ്മൾ ക്യാമ്പിങ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന്റെ അതൊന്നും നമ്മൾ അവിടെ വെച്ച് നമ്മുടെ ആ ഒരു വീഡിയോ അവസാനിപ്പിച്ച്, ആവശ്യത്തിന് ലെങ്തി ആയിരുന്നല്ലോ, അവിടെ വെച്ച് നമ്മൾ ആ പരിപാടി അവസാനിപ്പിച്ചു. പക്ഷെ നമ്മള് ഈ ആകെ കൂടി ക്യാമ്പിങ്ങിൽ അന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നവർ ഞങ്ങൾ 2 ടെന്റുകാരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ടെന്റും നമ്മുടെ അപ്പുറത്തെ ടെന്റും, അവരൊരു കപ്പിള് മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. അപ്പൊ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാരും ഐലൻഡിലേക്ക് വരുന്ന ഒരു സമയമല്ലേ. അപ്പൊ തിരിച്ചു പോകാൻ ആ ബോട്ട് ഫുള്ള് എംറ്റി ആയിരുന്നു. ഒരു പ്രൈവറ്റ് ബോട്ടിൽ പോണ പോലെ ഞാനും പിങ്കിമോനും നീനായും പിന്നെ അവർ രണ്ടുപേരും, ഈ 5 പേരെ ഞങ്ങൾ ആ കപ്പലിന്റെ ഫുള്ള് കയറി ഇറങ്ങി ഓടി നടന്ന് ഇഷ്ടംപോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് ഷട്ടിൽ ബസ്സേ കയറിയപ്പോഴും ഞങ്ങൾ മാത്രം. അപ്പം ഞങ്ങള് ഫുള്ള് ഇതുപോലെ ചാർട്ടേഡ് ലക്ഷറി സെറ്റപ്പിലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അഹങ്കരിക്കുമായിരുന്നു. ഇവിടെ ഒരു ചെറിയ കുറ്റി ഇവിടെ കാണും, പക്ഷെ അകത്തോട്ട് കയറിയ നല്ല വികടംപിച്ച വലിയ ബംഗ്ലാവുകളുണ്ട്. വികടംപിച്ചല്ല, വിജൃംഭിച്ച എന്തോ സംഭവം മനസ്സിലായല്ലോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കണ്ടോ ഈ ചെറിയൊരു കുറ്റി കണ്ടോ ഇവിടെ, ആ ഒരു പച്ച കുറ്റി കഴിഞ്ഞ് നാണ്ട കണ്ടോ ഒരു നല്ല സൂപ്പർ വീട്. ഇതത്ര ഞാൻ പറഞ്ഞ അത്രയും സംഭവം ഇല്ല ആ സാധനം, പക്ഷെ അകത്തോട്ട് കയറിയ വീടുകളുണ്ട് സൂപ്പർ. പക്ഷെ ഈ ഇവിടുത്തെ വീടുകളൊക്കെ ഹൈ മെയിൻ്റനൻസ് വീടുകളാ എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രോപ്പർ ആ വീടിന്റെ ഏരിയയുടെ ഒക്കെ ഫുൾ മെയിൻ്റനൻസ്. നല്ല വീടായിരുന്നല്ലേ. ഇത് കണ്ടോ ഗേറ്റ് ഇട്ട്. അതുപോലെ തന്നെ ഇവിടെ തുടക്കുന്നതേ ഉള്ളൂ, കേറി അങ്ങനെ അങ്ങ് പോയേക്കുവാ. അതായത് മലയുടെ ടോപ്പിലൊക്കെ ആയിരിക്കും വീട്. സിറ്റിയുടെ വിന്റർ മെയിൻ്റനൻസ് ഒന്നും കാണിയല്ലായിരിക്കും, പ്രൈവറ്റ്. ഇവർക്ക് ഈ വിന്റർ വന്നു കഴിയുമ്പോ ഈ ഏരിയ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവരുടെ വീട്ടിലേക്കുള്ള വഴിയെല്ലാം ക്ലിയർ ചെയ്ത് ഉപ്പിടുന്നതൊക്കെ അവരുടെ തന്നെ ഉത്തരവാദിത്തം. ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഇവരൊന്നും വിന്ററിലും താമസിക്കുന്ന വീടുകളായിരിക്കത്തില്ല, സമ്മർ ഹോംസ് ആയിരിക്കും. മനസ്സിലായി, വെക്കേഷൻ ഹോംസ്. ഇത് കണ്ടോ അങ്ങോട്ട് നോക്കിക്കേ, ഒരു വീട് പോയേക്കുന്നുണ്ടോ. നമ്മൾ മോണോക്ലിഫ്സ് ഒന്റാറിയോ പാർക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അടിപൊളി. ഇവിടെ നമ്മൾ നമ്മുടെ പാർക്കിംഗ് നമ്പർ ഒക്കെ എൻട്രി ചെയ്യുന്നതായിരിക്കും. ഇവിടെ പാർക്ക് ചെയ്തിട്ട് അല്ലല്ലോ. നീ എങ്ങോട്ടാ ലോകപ്പുഴം പോയത്? അവനെന്നാ ഉദ്ദേശം? അവന് പാർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവൻ പുറമോട്ട് പോവാ. ഹി വാണ്ടഡ് ടു എക്സിറ്റ്, വി നീഡ് ടു ഗെറ്റ് ഇൻ, റൈറ്റ്? നമ്മൾ അപകടത്തിൽ പോയാൽ അവരവരുടെ വീട്ടിൽ, നീ അവിടെ നിൽക്ക. ഞാൻ കേറുന്ന എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കാം പിള്ളേരെ. നിന്റെ പെർമിറ്റില് ബാർകോഡ് ഉണ്ടോ? ഗേറ്റ് ബാർകോഡ് ലൊക്കേറ്റഡ് ഓൺ പെർമിറ്റ്. എടുത്തു. നമ്മുടെ ബാർകോഡ് ഇല്ല.
അത് പ്രിന്റ് വന്നിട്ടില്ല. അടിപൊളി. അപ്പൊ നമ്മള് ആ വീട്ടിൽ നിന്ന് പാർക്കിംഗ് ബുക്ക് ചെയ്തായിരുന്നേ. ഇതേണ്ട ഇവിടെ നമുക്ക് ആ കമ്പിയുണ്ട് ടോളിന്റെ ഇതുപോലെ. അവര് നമ്മുടെ പുറകെ കേറാൻ വരുന്നു. വേണ്ട ഈ കാണുന്നതാണ് മോണോ ക്ലിഫ്സിന്റെ ആംബിയൻസ് കേട്ടോ. നമുക്ക് വേണ്ട ഇഷ്ടംപോലെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന റൂട്ട് കാണുമ്പോഴത്തേക്ക് ഇത്രയും ഉള്ളതാണെന്ന് നമുക്ക് തോന്നിയല്ല കേട്ടോ. അത് കൂടാതെ വേണ്ട എൻട്രൻസ് നമുക്ക് നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ട് വരണം. എല്ലാം വേണ്ട ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ടേ. ലെറ്റ്സ് ഗോ. ബാ. അപ്പൊ ഇത് കണ്ടോ, ഈ ആപ്പിൾ ട്രീയിൽ നമ്മുടെ ബണ്ണിക്ക് കൊടുക്കാൻ വേണ്ടി ആപ്പിളിന്റെ കമ്പ് പറിക്കാൻ വേണ്ടി നോക്കിയതാ നമ്മള്. അപ്പൊ ദേ ഇലയില് ഒരു സ്നെയില്. ആ സ്നെയിലിന്റെ ഷെല്ല് കണ്ടോ, കളർ കോർഡിനേഷൻ മഞ്ഞ, ബ്ലാക്ക്, മഞ്ഞ, ഇങ്ങനെ വര 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 വര. കണ്ടോ, നമ്മുടെ നാട്ടിൽ പേരക്ക കിടക്കുന്ന പോലെ ആപ്പിൾ കിടക്കുന്നുണ്ടോ? ആപ്പിൾ കിടക്കും അല്ലേ? കണ്ടോ, നമ്മുടെ ബണ്ണിക്ക് ഇതിന്റെ കമ്പ് ഇഷ്ടം അല്ലേ? കമ്പും ഇഷ്ടോ ആപ്പിളും ഇഷ്ടോ? പച്ച ആപ്പിള്. ആപ്പിളും ഇഷ്ടമാണോ? ആ, മറ്റേ സ്നെയിലിനെ നോക്കി ഇന്നപ്പോ ഒരു ബണ്ണി ക്രോസ് ചെയ്തു ട്രെയില്. ബണ്ണീസ് ഉണ്ടായിരിക്കുമല്ലോ ട്രെയിലല്ലേ. അപ്പുറം ഇപ്പുറം എല്ലാം ആപ്പിൾ ട്രീയാ. പണ്ട് കുറച്ചാൾ മുമ്പ് പപ്പ ചോറൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോഴേ നമ്മൾ ആപ്പിളച്ചാർ ഉണ്ടാക്കുമായിരുന്നു. പച്ച ആപ്പിള് നമ്മുടെ സ്വന്തം ആപ്പിൾ ട്രീകളിൽ നിന്ന് പറിച്ച് നമ്മൾ ആപ്പിൾ ഉണ്ടാക്കുമായിരുന്നു. ആപ്പിളച്ചാറ് കലപില കിടക്കുവോ കണ്ടോ. ചൊറുതനൊക്കെ കാണൂ കേട്ടോ, ചെന്ന് പിടിക്കണ്ട. ഇതുകൊണ്ട് കേട്ടോ കടി കൊള്ളരുത്. തൊട്ടടുത്ത് ഇത്രയും ഇഷ്ടം പോലെ ട്രെയിലുണ്ട്. ട്രെയിലുകളെല്ലാം നമ്മുടെ തൊട്ടടുത്തല്ലേ. അത് നോക്കിയല്ലേ നമ്മൾ വന്ന് താമസിക്കുന്നതല്ലേ. ആണോ? അല്ലാതെ വീടിന് കാശ് കുറവുണ്ടായിട്ടല്ല. ചെറിയ ഇത്രയും ട്രെയിലുള്ളപ്പോ അവിടെ വീടിന് വില കുറവായിരിക്കും. ട്രെയിലേ ഉള്ളു, ഫുള്ള് ട്രെയിലോ ട്രെയില്. കൊതുക് ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ അടിക്കാൻ ഞാൻ സ്പ്രേ കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇന്ന് പിങ്കാപ്പനാണല്ലോ ഫുള്ള് എനർജിയില്. ട്രെയിൽ മാർക്കിംഗ് എന്തായാലും പുറകെ നിന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോളാം. ഇതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പിങ്കി മോൻ അറിയാമോ? ട്രെയിൽ മാർക്കിംഗ് അറിയത്തില്ലല്ലേ? മലയാളത്തിൽ ജപ്പാനീസിൽ പറഞ്ഞാൽ മതി. അമിക്കുസിയോ എന്ന് പറഞ്ഞ ഒന്ന് ഒറ്റ ട്രെയിലേ ഉള്ളൂ. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ ഒരു വരയോടെ വരും. ഓ അങ്ങനെയല്ലേ. ചിലത് നമ്പർ ട്രെയിലുണ്ട്, ഇത് ഒറ്റ ഇങ്ങനെ ഓരോ വര ഉള്ള ട്രെയിൽസ്. Can I sit on that tree? No, you're sitting here because it says Matty's tree. അമ്മച്ചി പറഞ്ഞത് മറിയാമ്മയുടെ ചെയ്യാന്ന് എല്ലാം എമ്മുകാരും. ഇരിക്കേ കുണ്ടി കേറ്. It's not going up. Papa, കുണ്ടി ഇങ്ങനെ ഈ കാണാൻ അപ്പുറത്തേക്ക് ഇട്. അപ്പുറത്തിടറി. I'm gonna fall. ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ പിങ്കിമോനെ മരത്തെ കയറാനുള്ള ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. നല്ല ചാർന്ന ഒരു മേപ്പിൾ മരം. ഇവിടെ എണ്ണ ചെയ്ത് നോക്കിയത് ഒരു കാലിവിടെ വെച്ച് എണ്ണച്ച്, മറ്റേ കാലിവിടെ വെച്ച് ഒന്ന് പോസ് ചെയ്ത് ഇങ്ങനെ. ഇല്ല ഞാൻ ഇപ്പൊ കയറി പോസ് ചെയ്യും. തൊട്ടപ്പുറത്ത് വന്നു. മൊണാർക്ക് നോട്ട് ദ മോത്ത്. നമ്മൾ അനങ്ങരുത്, മസിൽ പോലും അനക്കരുത്. ദിസ് ഈസ് ദ റിയൽ മൊണാർക്ക് ബട്ടർഫ്ലൈ. അവൻ അങ്ങോട്ട് പോയി. കളർ കാണിച്ച് കളർന്ന് കളയരുതറാ. ഒന്ന് നിക്കടാ. ഇത് നമ്മുടെ ചക്കപ്പഴത്തിന്റെ ഒക്കെ മോളിൽ വന്നിരിക്കുന്നില്ലേ മമ്മി? പിന്നെ നാട്ടിലൊന്നും ഇല്ല. എടി ഇത് ട്രോപ്പിക്കലാടി, അതല്ലേ മെക്സിക്കോയ്ക്ക് പോകുന്നത്. ആണോ? വന്നു. നമ്മളൊന്ന് കളിയാക്കിയിട്ട് പോവാ, പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കടാന്ന്. പ്രത്യേകത എന്നാണെന്നറിയാമോ? ഞങ്ങളുടെ മേപ്പായിലെ മണ്ണിൽ ചെളി കൂടുതലുള്ള റൈസൊക്കെ നെല്ല് കൃഷി ചെയ്യുന്ന മണ്ണാണ്. പക്ഷെ ഇത് നമ്മുടെ നിരണത്തെ മണ്ണല്ല. അതായത് എൻ്റെ അമ്മ വീട്, മമ്മിയുടെ വീട്, അതായത് പരുമലയ്ക്ക് പോകുന്ന വഴിക്കുള്ള മണലാ ഈ നിരണം. പൊടിമണലിന്റെ രൂപത്തിലത്തെ മണല്. അത് നൊസ്റ്റാൾജിയെ ഉണർത്തി. ഈ മൊണാർക്ക് ബട്ടർഫ്ലൈയെ നമ്മളിവിടെ കണ്ട കാര്യം കണ്ടില്ലായിരുന്നോ വീഡിയോ? അതിൻ്റെ ഒരു മെയിൻ ഫീഡിങ് സാധനമാണ് ഈ സാധനം. മിൽക്ക് തിസിൽ എന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര്. മിൽക്ക് തിസിൽ ആണെന്ന് തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ.
ഞാൻ മൊണാർക്ക് ബട്ടർഫ്ലൈ അടിച്ചു നോക്കിയപ്പോൾ ഈ ചെടി കണ്ടായിരുന്നു. ഓക്കെ. അതിൻ്റെ കാറ്റർപില്ലർ ഇതിൽ ഒത്തിരി കാണുമെന്നാണ് പറഞ്ഞത്. ആണോ? ഈ മൊണാർക്ക് ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലറിനെ കാണാനും നല്ല ഭംഗിയാണ്. മഞ്ഞ കറുപ്പ് വരയാ. ഓ, മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ നോക്കിക്ക് ഇതിനടിയിൽ എന്തോ കാണുന്നതെന്ന്. ആട്ടംപുഴുവാണോ കാറ്റർപില്ലറാണോ? ഇടാ കണ്ടോ? നീ വന്ന് സയന്റിസ്റ്റായി മാറിയിരിക്കുകയാണ്. കണ്ടോ? ശരി, അതിന് ആ റെഡ് ആൻഡ് ഇതുണ്ട്. പക്ഷേ ഇതിന് കാറ്റർപില്ലർ ഉണ്ട്, ഇതിന് കൂട് പിടിച്ച്. അതാണ് ഏറ്റവും ഭംഗിയുള്ളത്. ഒന്നുകൂടെ കഞ്ചടാ വെച്ച് കാണുന്നില്ല, കുത്താൻ അതിനെ കുത്തി ഉപദ്രവിക്കണ്ട. നീ പറഞ്ഞ പോലെ മറ്റേ ബട്ടർഫ്ലൈയുടെ ആയിരിക്കാം. റെഡ് ആൻഡ് ബ്ലാക്ക് കളർ, ഓറഞ്ച് ആൻഡ് അതിൻ്റെ ഒറിജിനൽ പടം പപ്പ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ. അതുപോലെ ഇവിടെ ഒരുത്തനിരിപ്പുണ്ട്. ഇടാ ഇതാണ് ശരിക്കുള്ള കാറ്റർപില്ലർ. കണ്ടോ? ഇതാണ് ആ വീഡിയോയിൽ കണ്ടത്. ഞാൻ സൂം ചെയ്ത് ഇച്ചിരി സൂം ചെയ്തു. അയ്യോ, അമ്മച്ചിയും കൊച്ചിനും കാണുന്നില്ല. വാ വിട്ടു. നമ്മള് സയന്റിഫിക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളങ്ങ്. എനിക്കറിയത്തില്ല, പപ്പ എന്നെ 2 ദിവസമായിട്ട് പൊക്കി പറഞ്ഞത് കൊണ്ടേ ഞാനങ്ങ് ഭയങ്കര പാടിച്ചിറങ്ങി. നമ്മുടെ പ്രേക്ഷകരും നിന്നെ കൂടുതലായിട്ട് വീഡിയോയിൽ കൊണ്ടുവരണം എന്നൊക്കെയാണ് അഭിപ്രായം പറയുന്നത്. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്കങ്ങ് വയ്യ. ഞാൻ ആവേശം കയറിപ്പോയി. വേണ്ട മൊണാർക്ക് ബട്ടർഫ്ലൈ പിന്നെയും കണ്ടോ? എന്നടാ വേറൊരുത്തർ ഇവിടെ വന്നിരിപ്പുണ്ട്. അനക്കല്ലേ? അനക്കല്ലടെ മോനെ, പപ്പ എടുത്തോട്ടെ. കിട്ടുന്നുണ്ടോ? അടിപൊളി കാറ്റർപില്ലർ, ഒറിജിനൽ ഇതിന്റെ കാറ്റർപില്ലർ. അടിപൊളി പിങ്കിമോനാ കണ്ടുപിടിച്ചത്. ഇതാണ് ഒറിജിനൽ കാറ്റർപില്ലർ. ഈ ഇലയില് ഫേമസ് ആയിട്ട് കാണുന്നതാ അല്ലേ? There's a bug underneath it. It's red. This is the caterpillar of monarch butterfly. മിൽക്ക് തിസിൽ ആണെന്നാ പറഞ്ഞ. മിൽക്ക് തിസിൽ കണ്ടോ? ശരി, നീ നേരത്തെ പറഞ്ഞ ശരി. അപ്പം ഇതാണത് കഴിക്കുന്നത്. ഇല കഴിച്ചാണ് അതിപ്പോ ജീവിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? എന്നിട്ടാണ് ആ മഞ്ഞയും കറുപ്പും ഉള്ള ബട്ടർഫ്ലൈ ആകുന്നത്. പുഴുവാ കാറ്റർപില്ലർ ഇതാവുന്നെന്ന് അറിയത്തില്ലേ ചക്കരയ്ക്ക്? ഫുൾ ഒരു സയന്റിഫിക് ട്രെയിലായി മാറിയിരിക്കുകയാണല്ലോ. ഇലയുടെ പേരൊന്നുകൂടെ തന്നു പപ്പേ. ഇലയുടെ പേര് തിസിൽ എന്നാന്ന് തോന്നുന്നു കേട്ടോ. ഐ എം നോട്ട് ഷുവർ. അത് വേറെ ഏതാണ്ടാണോ? കേട്ടോ, ഇലയുടെ പേര് തിസിൽ എന്നാണോ എന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്യണം. പക്ഷേ ഇത് ഈ ചെടികൾ കാരണമാണ് ഇവിടെ ഒത്തിരി മൊണാർക്ക് ബട്ടർഫ്ലൈ ഉള്ളത്. ഇത് അതിൻ്റെ മെയിൻ ഇഷ്ടഭക്ഷണമാണ്. ഇതിൽ നിന്നുള്ള എന്തോ മിൽക്കാണ് കിട്ടുന്നത് ഈ ഇലയിലെ ഏതാണ്ട്. എടാ, ഈ പ്രാണിയും പാറ്റയെല്ലാം മേത്ത് കൊണ്ട് നമുക്ക് ചൊറിയാതെ നോക്കണം കേട്ടോ, മേത്ത് കുളിക്കാതെ. ഇറങ്ങിപ്പോകുന്ന ഒരു വഴിയുണ്ട് കണ്ടോ? പപ്പ വേണേ ക്യാമറാമാൻ അങ്ങോട്ട് പോക്കോ, ഞങ്ങളില്ല. ബഗ് സ്പ്രേ അടിച്ചു തരാം, പോയി എടുത്തോണ്ട് പോവാം. നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പോകണം പപ്പ. ഞങ്ങളില്ല. ഞാൻ കൊതുകിനെ അടിച്ചു തരാം ആദ്യം. കൊതുകിനൊന്നും അടിക്കണ്ട, ഞാൻ അടിച്ചിട്ട് കയറിക്കോളാം. വെളച്ചിൽ കറിയല്ലേ എല്ലാം പറയരുത്. ഇവിടെ നിൽക്കും, സാധനം ചുമന്നത് വെറുതെയാണോ? തിരിക്കി. എടാ, എന്റെ കറുത്തയിൽ അടിക്കില്ലേ, കറുത്തയിൽ പാടും. അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കമ്പ് വേണോ? പിങ്കിമോനെ ഇങ്ങോട്ട് വിട്ടോ. വേണ്ട, എനിക്കൊരു സപ്പോർട്ടിന്. വേണ്ട എന്നാ കമ്പ്. Oh, this is beautiful. I think you can come too. Nina, join us. ഒന്നുമില്ല, ഒരു രസമുള്ളൊരു വ്യൂ. നമ്മുടെ നാട്ടിലെ തോട് പോലെ. വരുവാണോ? ആ,
take this one or this one? This is round. Okay, I'll take that. കൈയും കെട്ടി എടുത്തോ. It's just water. Can I wash that off? No, solid. ഒന്ന് വാഷ് ചെയ്തെടുത്തു. നനച്ചിട്ട് വാഷ് ചെയ്യടാ. നനച്ചിട്ട് വാഷ് ചെയ്തോ. കൈ ഒന്ന് മുക്കിക്കോളാൻ. നനഞ്ഞോട്ടെ നന്നായിട്ട്. വാ, ലെറ്റ്സ് ഗോ. വാ. നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നവർക്ക് ഇതൊന്നും വലിയ കാര്യമല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഓരോ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളെ പിള്ളേരൊക്കെ ചെറുതായിരിക്കുമ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ കൊണ്ട് കാണിച്ച് ചെയ്യിക്കുന്നതിലൊരു രസമുള്ളൂ. വാ, ലെറ്റ്സ് ഗോ. നിർത്തിക്കോ. Got a pet rock. പെട്രോക്ക് പിടിച്ചത് ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ഉണ്ടല്ലോ, ഈ റിവർ ഉണ്ട്. ആ റിവർ കണ്ടിട്ട് വേണം നമുക്ക് അങ്ങോട്ട് താഴ്ച പോകണം ഇത് കാണാൻ വേണ്ടി. വന്ന സ്ഥിതിക്ക് നമ്മൾ കണ്ടിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. ക്ലിഫ് അല്ലേ? ആ, അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട്. ഒരു മിനിറ്റ്, അത് കാരേജ് ട്രെയിലാണ്. എടാ നമ്മൾ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. നമ്മുടെ ആ മറ്റേ ഡെക്കൊക്കെ ഉണ്ടല്ലോ, അത് വ്യൂയിങ് പ്ലാറ്റ്ഫോമാണ്, അല്ലാതെ ചുമ്മാ ഒരു സാധനമല്ല. അപ്പൊ നമ്മൾ റൈറ്റ് ഡയറക്ഷൻ 1.5 കിലോമീറ്ററോടെ ഉണ്ട്. ലെറ്റ്സ് ഗോ. How to? പിങ്കാപ്പി ഇത് കണ്ടോ? വേണ്ട ഒരു ഇത് പിടിച്ചേ. വേണ്ട ഒരു റെഡ് മഷ്റൂം. Don't touch it. എടാ കോല് മാറ്റ്. കറക്റ്റ് ചുമന്ന ഒരു മഷ്റൂം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചൊറി വരുന്ന മഷ്റൂം ആയിരിക്കും, ചുമന്ന ചൊറി. വന്നേ, ഇനി ഒത്തിരി അങ്ങനെ കണ്ടോണ്ട് നിൽക്കാൻ നേരമില്ല. വെട്ടം പോയി കഴിഞ്ഞാൽ കളി മാറും. ആ, എന്നാ പിന്നെ നമുക്ക് ക്ലിഫ് എത്തുന്നോടം വരെ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്ത് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ അങ്ങനെയല്ല, ക്ലിഫ് അല്ല, അതിന്റെ ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ട്. ക്ലിഫ് എത്തുന്നതിന് മുമ്പേ ഒരു റിവർ ഉണ്ട്. ഓക്കെ, ആ റിവർ കൂടെ കാണിക്കണം. ഓക്കെ. സുന്ദരി, This is my pet rock that we found. Papa. I want to name him. Tell us what we should name him in the comments. ഇത് കണ്ടോ, ഈ ചെടിയുണ്ട് നമ്മുടെ നാട്ടില്. അമ്മ കറുത്തത്, മോള് വെളുത്തത്, മോളുടെ മോള് അതിസുന്ദരി എന്ന് പറയും ഈ ചെടിക്ക്. ഈ ചെടിക്കോ? അതെന്നാന്നറിയോ? തുടങ്ങുമ്പോ ലൈറ്റ് കളറാ, അത് കഴിയുമ്പോ ഗ്രീന്. പിന്നെ മോളുടെ മോളാണ് അതിസുന്ദരി. കണ്ടോ, അതോടെ പറഞ്ഞ അമ്മ കറുത്തത്, മോള് വെളുത്തത്, മോളുടെ മോൾ അതിസുന്ദരി. അമ്മച്ചാണോ കറുത്തത്? ഞാൻ വെളുത്തതാണോ? പിങ്കിമോനാണോ അതിസുന്ദരി? Say you want the moon, watch me learn to fly in a mountain you നമ്മുടെ പപ്പ ഇങ്ങോട്ടൊന്ന് വരാമോ? കേട്ടോ, കഴിച്ചോ? നല്ലതാ. ഇങ്ങോട്ട് നീങ്ങി നിൽക്കേ. How do you like it? This is blackberry. Yeah, it's blackberry. ഇത് കണ്ടിട്ട് എടുക്കാൻ നിൽക്കുക. എന്നാടാ? ബ്ലാക്ക്ബെറി. ആ, അടിപൊളി. But it tastes good. വേണ്ട, ഇവിടെ കണ്ടോ? Are we gonna have diarrhea or die because of this? Let's find out. Yeah. എടുക്കടാ. Let's find out. We're gonna die. Yippee-ki-yay. അമ്മച്ചിക്ക് 5-6 ഉണ്ട്. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചാൽ പിന്നെ വൈകിട്ടേ വീട്ടിൽ നിന്ന് കഴിക്കണ്ടായിരുന്നുള്ളൂ. എന്താ ഇവിടെ അടിപൊളി സാധനം, ആരും ടച്ച് ചെയ്യാതെ കഴിയത്തില്ല. Can I have some? Of course. Enjoy. How is it? ഇപ്പൊ ഇത് പോയ്സണസ് ആയിരിക്കും എന്ന് പറഞ്ഞ് കഴിക്കാണ്ടിരുന്നായിരുന്നെങ്കിലോ? You would have missed out, right? Then we may have skipped out on diarrhea later, but അമ്മ കിട്ടിയോ? ആ, ഓക്കെ. പിങ്കിമോന് വേണോ? ഇനസും കിട്ടിയോടാ ആവശ്യത്തിന്? Papa, in the video when you edit it, maybe you should say, do not pick random berries from the forest. You don't know. Yeah. Beautiful. അമ്മയുടെ ഇഷ്ടം പോലെ ഉണ്ട്. അമ്മ കാശ് കൊടുത്ത് വാങ്ങിക്കുവാണെങ്കിൽ $5 സാധനമായി. അതെ. എല്ലാവരും ബാ, കഴിച്ചിട്ട് പോവാം. ബായോ അമ്മ. എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. വാപ്പാ. The red one. ഉറങ്ങി വെച്ചെന്നാ. ബാ, പോയേക്കാം. ഞങ്ങളുടെ കൂട്ടത്തിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയത് പിങ്കിമോൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിങ്കിമോൻ പറയുമായിരുന്നു, പപ്പ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യണം, ഇതുപോലെ വഴിയിൽ നിന്ന് കാണുന്ന റാൻഡം ബെറീസ് ഒന്നും പറിച്ച് തിന്നുന്നതിന് മുമ്പ് അത് മേക്ക് ഷുവർ ചെയ്യണം പോയ്സണസ് ആയിരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം നമ്മൾ ഈ ഇംഗ്ലീഷുകാരുടെ വ്ളോഗ്സ് ഒക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള സോഷ്യൽ വാർണിങ്സും കോഷൻസും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുമല്ലോ. ഇപ്പം നമ്മൾ ചാനൽ മലയാളത്തിലായതുകൊണ്ടും നമ്മുടെ ആൾക്കാർ ഇതിലൊക്കെ അത്യാവശ്യം എക്സ്പേർട്സ് ആയതുകൊണ്ടും ആണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യാത്തത്. പക്ഷേ എന്നാലും
ഒരേപോലെ തന്നെ ഇരിക്കുന്ന മറ്റു പല ബെറീസും ഉണ്ടായിരിക്കും. അതൊന്നും കഴിച്ച് അബദ്ധത്തിൽ പോയി ചാടരുത്. നമ്മളെപ്പോഴും കഴിക്കുന്ന സാധനം റൈറ്റ് ആണെന്നുള്ളതൊന്ന് നമ്മളൊരു ഊഹത്തിൽ അങ്ങ് ചെയ്തതാണ്. ഒരാവേശത്തിൽ നമ്മൾ അടുത്ത വ്ളോഗിൽ പറയാം. പെട്ട് എന്നൊക്കെ നമ്മൾ പറയാം. പിന്നെ നമ്മൾ 3-4 പേരുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ ഒന്ന് വിളിക്കാനോ പറയാനോ നമ്മുടെ വീട് പറഞ്ഞേ ഉള്ളൂ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. We don't want you guys to die. എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ ബെറി കഴിച്ചു പോയതാണ്. കാട്ടുബെറി കഴിച്ചു പോയതാണ്. നോക്കിക്കേ, അതിൻ്റെ അകത്തെല്ലാം നിറയെ ബോംസാ. നോക്ക്, കണ്ടോ? ഇതെന്തിന്റെ ആയിരിക്കൂടാ? ഇതെന്തിന്റെലും ആയിരിക്കും. ഇത് ആട്ടപ്പുഴുവാ. ആട്ടപ്പുഴു എന്ന് പറഞ്ഞാൽ ചൊറിയുന്ന പുഴു. കേജ് അടിച്ച് പ്രൊട്ടക്ട് ചെയ്തേക്കുന്നുണ്ടോ? കാരണം അതിന് തിന്നാനുള്ള ബഗ്സ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് അതെല്ലാം പ്രൊട്ടക്റ്റഡാ. ലെറ്റ്സ് നോട്ട് സ്റ്റേ ഹിയർ, ലെറ്റ്സ് ഗോ. അതിന്റെ ഒരു ഇത് വന്ന് വീണാ മതി. ചൊറിയോ മാത്രമല്ല, തടിക്കും ആട്ടംപൊലി. നരകമൊക്കെ അതുപോലെ ആയിരിക്കും, അതിൻ്റെ ഇടയിലൊക്കെ പെട്ടു പോകുന്ന പോലെ. When you do too much bad things, think about that with the burning fire and this atta. അതിന് വരുന്നല്ലേ ഉള്ളൂ. അണ്ട ആ പൂവ് എടുത്തോ അപ്പ, ആ മഞ്ഞ പൂവ് നല്ല ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിലെ പൂച്ചക്കുട്ടിക്കാ പോലുണ്ട് നമ്മൾ മാല ഉണ്ടാക്കുന്നേ. പക്ഷെ അതല്ല, ഇതെന്തോ ഒരു ബെറിയാ. പൂച്ചക്കുട്ടിക്കായോ? ആ, അറിയത്തില്ലേ? അമ്മച്ചിക്ക് അറിയത്തില്ലേ പൂച്ചക്കുട്ടിക്ക? മാല ഉണ്ടാക്കുന്നേ. ഒരു മുള പോലത്തെ ഇലയിലാണ് അതുണ്ടാവുന്നത്. അത് നല്ല കട്ടിയാ അതിന്റെ ഇത്. അതിന്റെ കേടാവത്തില്ല, മുത്തു. അത് വെച്ചിട്ട് മാല ഉണ്ടാക്കും. ബ്രൗണ് വൈറ്റ് ഒക്കെ ഉണ്ട്, കളർഫുൾ അല്ല, ബട്ട് അതുകൊണ്ട് മാല ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എന്തൊക്കെ ഇരിക്കുന്നു ഇതുപോലെ. ഇവിടെ കുറുക്കനൊക്കെ കാണും, കയോട്ടിയും വൂൾഫും ഒക്കെ. നമ്മള് പിടിച്ച് ഇത് കുത്തിയ ചിലപ്പോൾ ഇതിനകത്ത് നിൽക്കും. കാണാൻ പാമേ വാ, ഇറങ്ങാനും കയറാം. ഇവിടെ തൊട്ടടുത്താ വാ, അല്ല ഈ സ്റ്റെപ്പയിൽ ഇവിടെ ഏതെങ്കിലും ഒരു പടിയിലിരിക്കാം. വാ. അപ്പം ആ റോക്ക് കാണാനുള്ളത് വേണ്ട ഇങ്ങോട്ടാണെന്ന് നമ്മളൊരു വഴി കണ്ടത് കൊണ്ട് നമുക്ക് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി നോക്കാം. ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കറിയാലോ എന്തായിരിക്കും. ഇല്ല, കമ്പ് ഞാൻ പിടിക്കാം. താഴത്തേക്കുള്ള കാഴ്ച എൻ്റെ കയ്യിൽ ഒരു കമ്പുണ്ടല്ലോ, ഇതാ. എല്ലാം കൂടെ പിടിക്കണ്ട. എന്തായാലും ബുദ്ധിമുട്ടുണ്ടായി എന്നോട് പറഞ്ഞാൽ മതി, എനിക്കും പിങ്കിപ്പോനും മനസ്സിലാവും. ഉണ്ണിച്ചേട്ടാ, ബുദ്ധിമുട്ട് പറയണ്ട മമ്മി. എനിക്ക് കുനിപ്പുറത്താനാ പറഞ്ഞത്. എനിക്കും പിങ്കിപ്പോനും മനസ്സിലാവുന്നു. എൻ്റെ പെറ്റതള്ളയുടെ വിഷമം എനിക്ക് മനസ്സിലായില്ല, പിന്നെ ആർക്കാ? പക്ഷെ നീ നിർബന്ധിക്കും. ഉപ്പോളം വരെ ഉപ്പിലിട്ടത്. ഇങ്ങോട്ട് നോക്ക്. അവിടം വരെ മമ്മി നടത്തിച്ചിട്ട് കാണിച്ചിട്ടില്ലെങ്കിലോ? കേട്ടോ മമ്മി, കാണാനുള്ള. അയ്യോ, ഞാൻ മാത്രം അടിച്ചിട്ടില്ല, നിങ്ങൾ എല്ലാവരും അടിച്ചു. അമ്മ അടിച്ചോ എന്ന് ചോദിച്ചോ? എന്നെ ഈച്ച അടിക്കുന്നു. ഞാൻ എൻ്റെ കാര്യം നോക്കിയില്ലേ ഒരു മനുഷ്യങ്ങൾ. അമ്മയ്ക്ക് ഞാൻ അടിച്ചു കൊടുത്തു. എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കണം. ഇതാണ് മോണോക്ലിപ്സിലെ റോക്കിൻ്റെ വ്യൂ കേട്ടോ. സീനിക് പോയിന്റ് ആണ്. നല്ല അടിപൊളി ഡെക്കൊക്കെ അടിച്ചിട്ടുള്ളൊരു ഇതാ. നല്ല ഈച്ചയും കൊതുകും ഉണ്ട്. അപ്പം എന്താണ്ട നീന ഇപ്പം അടിച്ച പോലെ മൊസ്കിറ്റോ റെപ്പലൻ്റ് അടിച്ചു. വാ നടക്കാം, ഇവിടെ ഇരിക്കണ്ട വിട്ടോ. ഇത് കാണിക്കും ഇപ്പം, ഇത് നന്നായിട്ട് കാണിക്കും. ഇത് വാ നടന്നങ്ങോട്ട് മുകളിലോട്ട് നോക്കിയാൽ പൊക്കോട്ടോ അമ്മ, കയറി പൊക്കോ. ഇവിടെ ബെഞ്ചുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചേച്ചും കുടിച്ചേച്ചും ഒക്കെ പോവാം. എന്താ നമ്മുടെ കഴിക്കാനുള്ള? ഓറഞ്ച് ഉണ്ട്, കപ്പലണ്ടി ഉണ്ട്, വെള്ളമുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്. റാറ്റിൽ സ്നേക്ക് അടിപൊളി. ഇവനുണ്ട് വൈറ്റ് ടെയിൽഡ് ഫോൺ ഉണ്ട്. ഫോൺ റെഡ് ഫോക്സ്. റെഡ് ഫോക്സോ? റെഡ് ഫോക്സ് ഉണ്ട്, പാമ്പുണ്ട്. പിന്നെ പാമ്പ് എല്ലായിടത്തും കാണും കേട്ടോ. ഇവൻ വിഷമില്ലാത്തവനാ, ഗാർട്ടർ സ്നേക്ക്. വുഡ് മൗസ് ഉണ്ട്, പിന്നെ ഇവനുണ്ട് നമ്മുടെ പുള്ളിമാൻ. വാ കപ്പലിന് കഴിക്കും വാ.
Another example of genetically modified കപ്പലണ്ടി. ഞാൻ മുഴുപ്പാൻ നോക്കിക്കേ. നല്ലൊരു ശാന്തതയില്ലേ? ദേവസ്യാച്ചന്റെ പേരൻസ് പറഞ്ഞ പോലെ ഓർക്കുന്നുണ്ടോ? മറ്റേ പശുക്കളെ കണ്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ മനുഷ്യരെ പോലെ തന്നെ ഇവിടുത്തെ പശുക്കളും നല്ല വലുപ്പമാണ്. അപ്പൊ ഇവിടെ പോച്ച മാത്രമല്ലല്ലോ, വേറെ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ മനുഷ്യന്മാർ ഇത്രയും ജനറ്റിക്കലി മോഡിഫൈഡ് ആകുന്നെങ്കിൽ മൃഗങ്ങളോടൊക്കെ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ട്രെയിൽ തീർന്നെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഇത് ബ്രൂസ് ട്രെയിലാ. നമ്മുടെ ഇവിടെ കാനഡ മുഴുവനുള്ളൊരു വലിയ ട്രെയിലാണ് ബ്രൂസ് ട്രെയിൽ. ഇത് കണ്ടോ, നയാഗ്ര ടു ടോബർമുറിയ. നയാഗ്ര തൊട്ട് ടോബർമുറി വരെയുള്ള ട്രെയിലാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഇത്. ഇതിലെങ്ങാനും കേറിപ്പൊട്ടാ വല്ല നയാഗ്രയിൽ എവിടെയെങ്കിലും ഇറങ്ങത്തോ എനിക്കറിയത്തില്ല. അപ്പൊ എന്നാ നമ്മുടെ പരിപാടി? നമുക്ക് ആ വളവ് വരെ പോയി നോക്കാം എന്താന്ന്. അവിടെ കുറെ ബോർഡുകളൊക്കെ ഉണ്ട്, എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വരാം. ഓക്കെ. ഇതാണ് മെയിൻലി മോണോക്ലിഫ്. താഴത്തേക്ക് വലിയ പോക്ക കേട്ടോ. അങ്ങോട്ട് നോക്കിക്കേ. അവരെ അവിടെ നിർത്തിയിട്ടെ ബാ, ഇത് ഡേഞ്ചർ ആണെന്നാ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഏത് റസ്ക് മറ്റേ റിസ്ക് എടുക്കുന്നത് റസ്ക് കഴിക്കുന്ന പോലെ, റസ്ക് സാപ്പിടുന്ന മാതിരി. മമ്മി, ആ കൂണേ നമുക്ക് പറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെയാ നമുക്കറിയുന്നത്? അതെനിക്കറിയത്തില്ല മോനെ. നമ്മൾ മണ്ണിലുണ്ടാകുന്ന കൂണ കൊണ്ട് നമ്മുടെ നിരണത്തൊക്കെ ഉണ്ടല്ലോ, ഇടി വെട്ടുമ്പോഴാന്ന് പറയും, മഴ ഇതൊക്കെ ഉള്ളപ്പോൾ ഇത് രാവിലെ എണീക്കുമ്പോൾ ഉണ്ടല്ലോ കൂണുണ്ടാകും. എൻ്റെ ജോസ് കുട്ടനും പണിയായിരുന്നു, രാവിലെ എണീറ്റ് പോയി കൂണുണ്ടോ നോക്കുന്നത്. കൂണ് തോരൻ വെക്കുവാ അമ്മച്ചി. എവിടെ പോയി നോക്കും? പറമ്പിൽ തന്നെ, നമ്മുടെ പറമ്പിൽ മണ്ണിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ടോ? അരിക്കൂണ് ഉണ്ട്, വലിയതും ഉണ്ട്. അരിക്കൂണെന്ന് പറഞ്ഞാൽ കുഞ്ഞു കൂണ്, വലിയ കൂണ് ഒത്തിരി ഉണ്ടല്ലോ, ഉണ്ടാകും. അത് നമുക്ക് കാണുന്നുണ്ടല്ലോ, ചെന്ന് നോക്കുമ്പോൾ സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ ട്രെയിലിന്റെ അവസാന ഏരിയ ആയിട്ടുള്ള ഫൈനൽ വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ലുക്ക് ഔട്ട് പോയിന്റ്. എന്താണ് ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് നമുക്ക് ഈ സുന്ദരിയുടെ കണ്ണുകളിലൂടെ കാണാം. സുന്ദരി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്നെയാന്ന്. എന്നാ അപ്പുറത്തെ സുന്ദരി ഇല്ല ഇവിടെ. നല്ല താഴ്ചയാ, നോക്കിക്കേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഉള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ. നമുക്ക് ഇന്നത്തെ ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കുക്കിംഗ് ഉണ്ട്, കുറച്ച് ലോണ്ടറി ഇടാനുണ്ട്, ഡ്രസ്സ് എടുക്കാനുണ്ട്. നമ്മുടെ ദേവസ്യാച്ചൻ വെളുപ്പിന് വരും. നാളെ രാവിലെ 4:30 നമുക്ക് ട്രിപ്പ് എടുത്ത് യൂത്തേലേക്ക് പോകണം. അങ്ങോട്ടാണ് നമ്മുടെ ട്രിപ്പ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരുന്നോടം വരെ എല്ലാവർക്കും ബൈ. പിടിച്ചടാ വെങ്ക. മര്യാദയ്ക്ക് നമ്മൾ വീട്ടിൽ കയറുന്ന പോലെ നീ പുറത്ത് കയറ്, എന്നിട്ട് ഞാൻ തന്നെ ചോദിക്കാം. കയറിയോ? ഓക്കെ, കാലെടുത്ത് നോക്ക്. കാല് നോക്കുന്നേ. എടി, ഈ കാല് കുത്താൻ പറ്റൂലേ? കേറിയോ? കയറ്റണം എന്ന് പറഞ്ഞാൽ നമ്മള് കയറ്റും. സന്തോഷായി. പിങ്കി മേനെ കൂടെ തരട്ടെ, ഫ്രണ്ട് ഇരുത്താവോ? ഓക്കെ, വാടാ പെങ്ക. 2, 3 ഗോ. അങ്ങോട്ടാണോ വളക്കണ്ടേ? ഇങ്ങോട്ട്. കുട്ടനാടൻ കൊഞ്ചിലെ ദിസ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ബ്രയൻ, വള്ളത്തിൽ ജയിച്ച ബ്രയൻ, DJ ബ്രാ. ഒതിത്തിത്താരാ